പിണറായി ഗ്രാമപഞ്ചായത്തിലെ പാനുണ്ട 10-ാം വാർഡിൽ വലിയപറമ്പത്ത് വീട്ടിൽ സുബിനിയുടെ മകൻ ആദിദേവ് സെറിബ്രൽ പാൾസി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഈ കുഞ്ഞുമോന് അടിയന്തരമായി അത്യന്തം സങ്കീർണമായ 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വീൽചെയറിലാകുന്ന അവസ്ഥയിലാണ്. പരിമിതികൾക്കിടയിലും അവൻ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. 11 വയസ്സുകാരൻ ആദിദേവിന് പരസഹായമില്ലാതെ കാലൊന്നുറച്ചു ചവിട്ടണം, പടികളിറങ്ങണം, കൂട്ടുകാരുമൊത്ത് ഓടിക്കളിക്കണം. പിണറായി ഗ്രാമപഞ്ചായത്തിലെ നിലവിൽ മെമ്പറും 5 വർഷത്തോളം ആശാവർക്കറുമായി എനിക്ക് ഈ വീടുമായി നിരന്തര ബന്ധമുണ്ട്. ഈ മോൻ്റെ പ്രയാസങ്ങൾ നേരിട്ട് അറിയാവുന്ന എനിക്ക് ഈ മോൻ്റെ ഈ അവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കാൻ നിങ്ങളുടെ പരമാവധി സഹായം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലെ ഒരു കൂട്ടം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മേജർ സർജറിക്ക് 10 ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നല്ലവരായ സുമനസ്സുകളുടെ മുഴുവൻ സഹായവും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ, കുഞ്ഞുമോനെ സഹായിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പരമാവധി സഹായം നിങ്ങളിലേവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. താഴെ തന്ന QR കോഡ് സ്കാനർ വഴിയോ അക്കൗണ്ട് നമ്പർ മുഖേനയോ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ കുഞ്ഞുമോന് നൽകാനായി അഭ്യർത്ഥിക്കുന്നു. പിണറായി ഗ്രാമപഞ്ചായത്തിലെ പാനുണ്ട 10-ാം വാർഡിൽ വലിയപറമ്പത്ത് വീട്ടിൽ സുബിനിയുടെ മകൻ ആദിദേവ് സെറിബ്രൽ പാൾസി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഈ കുഞ്ഞുമോന് അടിയന്തരമായി അത്യന്തം സങ്കീർണമായ 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വീൽചെയറിലാകുന്ന അവസ്ഥയിലാണ്. പരിമിതികൾക്കിടയിലും അവൻ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. 11 വയസ്സുകാരൻ ആദിദേവിന് പരസഹായമില്ലാതെ കാലൊന്നുറച്ചു ചവിട്ടണം, പടികളിറങ്ങണം, കൂട്ടുകാരുമൊത്ത് ഓടിക്കളിക്കണം. പിണറായി ഗ്രാമപഞ്ചായത്തിലെ നിലവിൽ മെമ്പറും 5 വർഷത്തോളം ആശാവർക്കറുമായി എനിക്ക് ഈ വീടുമായി നിരന്തര ബന്ധമുണ്ട്. ഈ മോൻ്റെ പ്രയാസങ്ങൾ നേരിട്ട് അറിയാവുന്ന എനിക്ക് ഈ മോൻ്റെ ഈ അവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കാൻ നിങ്ങളുടെ പരമാവധി സഹായം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലെ